ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ചമ്പാരൻ. വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 1ഉം 3ഉം തെറ്റാണ്, 2ഉം 4ഉം ശരിയാണ്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 3, 4 ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടു. 1729 തൃപ്പടിദാനം നടത്തി. പഴശ്ശിരാജാവിന്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? സർദാർ കെ.എം. പണിക്കർ. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, സുന്ദർബൻസ്, മഹാനദി, കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ മേഘാവൃതമായ രാത്രിയേക്കാൾ കൂടുതൽ തണുപ്പുണ്ടാവാൻ കാരണം ഭൗമതാപ വികിരണം. കേരളത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 4ഉം ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനവും കേരളമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത്? നൈട്രജൻ. ചേരുംപടി ചേർക്കുക. കൽപ്പാക്കം ആണവ നിലയം, ജാറിയ കൽക്കരി ഖനനം, മധുര എണ്ണ ശുദ്ധീകരണശാല, നേപ്പാനഗർ ന്യൂസ് പ്രിന്റ്. പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 3ഉം. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നു. കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നു. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം മുംബൈ. പുറം വാങ്ങൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗോളവത്കരണം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ്. ശരിയായ പ്രസ്താവന 1, 2. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ചെറുധാന്യങ്ങളുടെ മില്ലറ്റ് വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 2023. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി 42. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. സെൻസസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിയൻ ലിസ്റ്റ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 22. ഭരണഘടനാ ആശയങ്ങളും കടം കൊണ്ട രാജ്യവും. ഏക പൗരത്വം ബ്രിട്ടൻ. മൗലിക അവകാശങ്ങൾ USSR. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ റംസാർ കൺവെൻഷൻ. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി അനുയാത്ര. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. താഴെ പറയുന്നവയിൽ ദഹനഗ്രന്ഥി അല്ലാത്തത്? പാരാതൈറോയിഡ് ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥിയും ദഹനഗ്രന്ഥി അല്ല. ആഗ്നേയഗ്രന്ഥിയും ഉമിനീർ ഗ്രന്ഥിയും ദഹനഗ്രന്ഥികളാണ്. ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? തലച്ചോർ. ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ പരിശോധന നടത്തുന്നത്? ടൈഫോയിഡ്. ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്ത്? രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു പോളിബ്ലെൻഡ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിഷ്നോയ് വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്? വനസംരക്ഷണം. ഭൂമി അതിന്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഭൂമധ്യരേഖയിലെ G കൂടുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിനെ അതിന്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരശ്ചീനമായിട്ട് പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കൽ ദൂരം ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണം പ്രതലബലം.
ഏതു മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. ചുവടെ നൽകിയിരിക്കുന്ന അയിരുകളിൽ അലൂമിനിയം അടങ്ങിയിട്ടില്ലാത്തത് സിഡറൈറ്റ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ദൃശ്യ മേഖലകളിൽ കാണാനാകുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ രേഖകളുടെ ശ്രേണി ബാമർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത് ക്ലോറിന്. ഭൈരവിക്കോലം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റ. 74-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി അബ്ദുൾ ഗത്താഫ് ഖലീൽ അൽസിസി. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി മുഹിയുദ്ദീൻ മാല. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി. ശതകം ചൊല്ലിക്കുക. താഴെ തന്നിരിക്കുന്ന പര്യായങ്ങളെ ശരിയായ രീതിയിൽ ചേർത്ത് എഴുതുക. മയിൽ, കേകി, ബർഹി. ആമ്പൽ, കുമുദം, കൈരവം. പൂവ്, കുസുമം, സൂനം. കുയിൽ, കോകിലം, പീകം. തല പ്ലസ് കെട്ട് ചേർത്ത് എഴുതിയാൽ തലക്കെട്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ആർജവം, കൗടില്യം. ആത്മീയം, ഭൗതികം. ആദാനം, പ്രധാനം. ആന്തരം, ബാഹ്യം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കൂടി. ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. മകളുടെ മകൻ ദൗഹിത്രൻ. ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ. സഹോദരീ പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് സിയാലൻ. സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്നത് അസ്പർശ്യൻ. ആചാര്യൻ എന്ന പദം ഏതു തരം ബഹുവചനമാണ്? പൂജക ബഹുവചനം. ശരിയായ മലയാള തർജ്ജമ ഏത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി. കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ് രക്തചന്ദനം. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AG. അധിനിവേശ സസ്യം ജന്തുവിഭാഗത്തിൽ പെടാത്തതേത്? കാട്ടുപന്നി. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? കമ്പകം. പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററാണ്. വംശനാശം സംഭവിച്ചതായിട്ട് ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനങ്ങളിൽ കണ്ടെത്തിയതുമായിട്ടുള്ള ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട. സൈറ്റ്സ് അപ്പൻഡിക് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്കു വളർത്താൻ അനുവാദമുണ്ട്. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത് തവിടൻ വെരുക്. പാതാളത്തവള, സിംഹവാലൻ കുരങ്ങ്, വരയാട് എന്നിവ പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനങ്ങളാണ്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പ് സർപ്പ. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശമാണ് ശെന്തുരുളി. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് നോട്ട് ത്രട്ടൺഡ്. വന്യജീവി സംരക്ഷണ നിയമം 1972 വിവിധ സ്കെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവികളാണ് രാജ്യത്തെ എല്ലാ പാമ്പുകളും. NTCA എന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 16. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് കുമരകം പക്ഷി സങ്കേതം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ 19. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? വകുപ്പ് 66D.
വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കിട്ടാവുന്ന തടവു ശിക്ഷ 5 വർഷം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് താന്തിയ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച സ്ഥലം പട്ടണം. ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം: ചമ്പാരൻ സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: 1 ഉം 3 ഉം 1 ഉം 2 ഉം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ അപേക്ഷിച്ച് കനം കുറവാണ്. തിരമാലകൾ എന്നാൽ സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജപ്രവാഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. 1 ആണ് തെറ്റ്. ശരി: കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമതീര സമതലം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപോർജ ഉൽപാദന കേന്ദ്രമാണ് പുക താഴ്വര മണികരൺ. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ്. ആഗോളവത്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കാർ. GST നിലവിൽ വന്നത് 2017 ജൂലൈ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന. ഇവയൊന്നുമല്ല. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് എന്നതാണ് യോജിക്കാത്തത്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. പ്രധാനമന്ത്രി ജൻ ധൻ യോജന നിലവിൽ വന്നത് 2014 ഓഗസ്റ്റ് 28. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന 1, 2. ശരി: വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയമായാലും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 248. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന 1, 2. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 293. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നു? കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 73-ാമത്തെ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കി. 74-ാം ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാർ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ശരി: പഞ്ചായത്ത് രാജ് സംവിധാനം പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് 2008 28-ാം നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യുവാൻ അധികാരമുള്ളത് ഹൈക്കോടതി.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗമുണ്ടാകുന്നത്? ഡോപ്പമിൻ. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്ന അവസ്ഥ സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. 3ഉം 4ഉം തെറ്റാണ്. ശരി. പ്രൊലാക്റ്റിൻ മുലപ്പാലുൽപാദനം, സൊമാറ്റോട്രോപിൻ ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്നു. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് തൈമിൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയിൽസ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി റേഡിയോ തരംഗം. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? 11.2 km/s. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G 10 m/s². അന്തരീക്ഷ മർദ്ദം 1 atm. സാന്ദ്രത 10³ kg/m³. ഉത്തരം ഓപ്ഷൻ ബി 2 atm. മനുഷ്യരക്തത്തിലെ pH മൂല്യം 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുന്നതിൽ ഇരുമ്പിന് കൂടെ ചേർക്കുന്നത് നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സരം ഫുട്ബോൾ. ആശയഗംഭീരൻ കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷതാൻ. വള്ളത്തോൾ. അടുത്തിടെ ചൈനയിൽ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് HN2. ശരിയായ പ്രയോഗം 1ഉം 3ഉം. 10 തെങ്ങ് 100 പുസ്തകം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നേത്രി. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായം തൈജസകീടം, ഗദ്യോതം. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം അർത്ഥം വിത്തം. ശരിയായ വാക്കുകൾ ഏത്? രക്ഷാകർത്താവ്, ഹാർദം. ഫാഷൻ മോങ്ക് എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം കഥാസാരം. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം, കൺ പ്ലസ് നീര്. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ബോർഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ആഞ്ഞിലി. ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമായുള്ള സംഘടന WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാൽ. മീൻ വർഗത്തിൽ ഏറ്റവും വലിയ ജീവി തിമിംഗല സ്രാവ്. താഴെ പറയുന്നവയിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന മരം ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല കാസർഗോഡ്. ഡിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ചെന്നൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? തടി ഇതര വനോൽപ്പന്നങ്ങൾ. പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം
1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറവുമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. സെക്ഷൻ 65. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടി പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനാൽ ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്ത് IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിൽ വരുന്നു? സെക്ഷൻ 66. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആര്യസമാജം. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാഷ് ബിഹാരി ബോസ്. 1920-ലെ നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നികുതി നൽകുക. 1942-ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരള സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസ് സംരംഭം ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഇപ്പം OR കേളു ആണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1930-ലെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി K. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് അന്താരാഷ്ട്ര സർവീസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928-ൽ തയ്യാറാക്കിയ ഭരണഘടനാ സമാന രേഖ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 3, 4 ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചതുമായ അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976-ൽ നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെടുത്തിയത്? ഭാഗം 4A. ഇന്ത്യയുടെ മാരക രേഖാംശം 82.5° കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ലക്ഷദ്വീപ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് സ്കെഡ്യൂളിൽ പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗോൾ
പെട്ടുവരുന്നത്. സ്കെഡ്യൂൾ 1. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെട്ട വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷം. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഓക്സിജൻ. ഇന്ത്യയിലെ ആദ്യ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിലമ്പൂർ. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിയിക്കുന്ന ഫയർ ലൈനിന്റെ വീതി എത്രയാണ്? 5.2 മീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം. കേരളത്തിലെ ഇലപൊഴിയും ആർദ്രവനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് മരുത്, വീട്ടി, തേക്ക്. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾഡ് 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന വന്യമൃഗങ്ങളാണ് ആന, കാട്ടുപോത്ത്, കടുവ. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഇലപൊഴിയും ആർദ്രവനങ്ങൾ. തേക്ക് പ്ലാന്റേഷനുകൾ വച്ചുപിടിപ്പിക്കുന്നതിന് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന നടീൽ വസ്തു റൂട്ട് ട്രെയിനർ തൈ. വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായിട്ട് താഴെ പറയുന്നവ നിർമ്മിക്കുന്നു. മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ. കേരളത്തിലെ ഗോത്രവർഗ വിഭാഗങ്ങളാണ് ചോലനായ്ക്കർ, കാടർ. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ല വയനാട്. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്ത് നിന്നും തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം. സാമൂഹിക വനാവകാശം. വനസംരക്ഷണ അതോറിറ്റിയുടെ സമിതിയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഹാജർ നില ആകെ അംഗങ്ങളുടെ 1/3. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കുന്ന പരമാവധി തുക 1 ലക്ഷം രൂപ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി വനാതിർത്തികളിൽ നിർമ്മിക്കുന്നത് സൗരോർജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിംഗ്. തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഇലവ്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് കുരങ്ങ്. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? റേഞ്ച് ഓഫീസർ. വനവികാസ ഏജൻസിയുടെ ചെയർപേഴ്സൺ ഏത് അധികാര സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ്? കൺസർവേറ്റർ. ആദിവാസികളിലെ കുറുമ്പ വിഭാഗം കേരളത്തിലെ ഏത് ജില്ലയിൽ മാത്രമാണ് കണ്ടുവരുന്നത്? പാലക്കാട്. താഴെ പറയുന്ന ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാൽ ആണ് 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിം ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹത ഇല്ലാത്തത്? തേനീച്ച. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി DFO. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വികസന ആവശ്യങ്ങൾക്ക് വനഭൂമി നൽകുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ DFO. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? 1980. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി ചീറ്റ. വൈൽഡ് ആസ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശീയ സസ്യം അല്ലാത്തത്? യൂക്കാലിപ്റ്റസ്. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021.
ഒരു മരത്തിന്റെ വിത്തുൽപാദന ശേഷിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ മരത്തിന്റെ പ്രായം, മരത്തിന്റെ ആരോഗ്യം, കാലാവസ്ഥ. വനത്തോട്ടം നിർമ്മിച്ച് ആദ്യ വർഷങ്ങളിൽ വനവിളയോടൊപ്പം കാർഷിക വിളകൾ കൂടി വളർത്തുന്ന രീതി ടോങ്കിയ. കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അധിനിവേശ സസ്യം കൊങ്ങിണി. കൃത്രിമ പുനരുൽഭവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ സ്വാഭാവിക പുനരുൽഭവത്തിന് അനുബന്ധമായി വനഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉൽപാദിപ്പിക്കുവാൻ. മൂലപ്രസാരകം വഴി പുനരുൽഭവം സാധ്യമാകുന്ന വൃക്ഷം ചന്ദനം. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പീച്ചി. തേക്ക് വളർത്തുന്നതിനായി സ്റ്റെമ്പ് നടുന്ന രീതി വിജയകരമായി വികസിപ്പിച്ചെടുത്ത വ്യക്തി ടി.എഫ്. ബോർഡിലൺ. ദൃഢദാരു വൃക്ഷത്തിന് ഉദാഹരണമാണ് തേക്ക്. നെയിം ദി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺസ് ഫോർ റീഹാബിലിറ്റേഷൻ ഇൻ 2017. കൈവല്യ. The Japanese writer who gets Nobel Prize for Literature. Option D. Which among the following is known as first political drama of Malayalam? Pattabaki. In India, which one among the following formulates the fiscal policy? Ministry of Finance. Name the Indian state formed on 1st December 1963. Nagaland. The day on which Right to Information Act came into force on is 12th October 2005. Palaravi Express travels between Punalur to Palakkad. Name the socio-reformer who led Thali Road Samaram. C. Krishnan. International Day on Non-Violence. 2nd October. Name the film which get Suvarna Chagoram for the best film in IFFK 2017. Option B. Wajib. The book Manninu Vendi was written by A.K. Gopalan. Which was the opponent team of India in the 500th Test cricket match? New Zealand. Who among the following is known as Martin Luther of India? Dayananda Saraswati. Article 23 of Indian Constitution provides right against exploitation. Which atomic power station in India is built completely indigenously? Kalpakam. Which among the following is not included in the list of classical language in India? Hindi. Who is the winner of Harivarasana Puraskaram in 2017? K.S. Chitra. Which among the following was the movement founded by Ayyathan Gopalan? Sugunavardhini. Who was the first woman minister of foreign affairs in India? Indira Gandhi. Which leader is known as Prince of Patriots? Subhash Chandra Bose. Which of the following is a viral disease? Dengue fever. Find the odd one. Vitamin C. The plasma protein necessary for blood clotting. Fibrinogen. Among the following, which is not a vegetative reproduction method? Hybridization. Which of the following is a major component of vaccine for tetanus? Neutralized toxins. Name the blood vessel that supply blood to the muscles of the heart. Coronary artery. Goiter is caused by the deficiency of iodine. Which of the following is a hybrid variety of tomato? Akshaya. The flower show Pupali is organized by Regional Agriculture Research Station, Ambalavayal. Antibiotics are used to resist bacterial disease. Father of tropical forestry. Option D. The first national park in Kerala, Iravikulam. Scientific name of Indian laburnum is Cassia fistula. The first paper industry was established in India at West Bengal. India's State of Forest report is prepared by option B. FSI. In which year the Project Elephant was launched in India? 1992. The transition zone between two ecosystems is known as ecotone. Operation Olivia was started for the conservation of sea turtle. The art and science of cultivating forest trees is called silviculture.
Wildlife Protection Act was enacted in the year 1972. The Flamingo Festival is celebrated annually in Andhra Pradesh. United Nations Climate Change Conference 2017 was held at Bonn, Germany. World Bamboo Day was celebrated on September 18. Vivipary is a characteristic feature of Halophytus. The grasslands in Central Eurasia are called steppes. The largest community reserve in India, option A. The plants growing on deserts are called option C. Which district in Kerala has largest area under mangrove forest? Kannur. Tropical Forest Research Institution is situated in Jabalpur. World National Conservation Day is celebrated on July 28th. Which Kerala river is mentioned as Churni in Chanakya's Arthashastra? Periyar. The biggest irrigation project in Kerala is Kallada project. Belong to which district? Kollam. Pazhashiraja Art Gallery is in Kozhikode. Who built the Dutch palace at Mattancherry in 5055? The Portuguese. Which ruler of Kerala controlled the Lakshadweep? Arakkal Kingdom. Which is the mountain range that, starting from the Tapti River in the north to Kanyakumari in south, Western Ghats? Which among the following is a salt lake in Rajasthan? Samba Lake. Bhilai steel plant was established with the collaboration of Russia. The largest national highway in India NH7. Which one of the following rivers does not form any delta at its mouth? Tapti. Which one of the following is a non-renewable source of energy? Thermal. Akbar's enlightened policy, religious policy is based upon the principle universal peace. Who was the British general considered Rani Lakshmibai of Jhansi as the best and the bravest military leader of the rebels? Sir Hugh Ross. Who was the first propounder of the doctrine of passive resistance? Option B. The period mentioned in the autobiography of Gandhiji, 1869 to 1923. Who wrote the book Planned Economy of India? M. Vishwesharaya. Right to education is the article mentioned in Article 21A. എഴുത്തച്ഛൻ ഒരു പാഠം, the prose work written by O.N.V. Kurup. According to survey of Urban Development Ministry under Swachh Sarvesham 2016, which city ranked cleanest city? Mysore. Recently, India launched IRNSS EE from the Sriharikota Satish Dhawan Space Center with the help of the launching vehicle PSLV C-31. The biggest star in our galaxy is option C. The World Health Organization has recently declared the end of diseases in West Africa. Option B. The maximum power in India comes from which planet? Option A. Thermal. Moksha Pradipam, the work written by eminent social reformer of Kerala, Brahmananda Shivayogi. Araya Service Society was established by Dr. Velukutti Arayan, the first to perform mirror consecration in South India, Vaikunta Swamikal. Who was the founder of Irava Mahasabha? Dr. Palpu. In which year Chattambi Swamikal attained his Samadhi at Panmana? 1924. Another name for public participation in afforestation program is social forestry, which is the only app in India. Option C. An example for exotic species in India. Option A. The main objective of shelter belt system is protection from wind. Kyoto Protocol relate to climate change.
As per Forest Policy 1957, percentage of forest in the plants should be 33 percentage. Which species is known as the ironwood of Malabar? Option A. Which is the extinct mammal from India? Option C. Stem planting is recommended for option B.